ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 14-ാം അധ്യായം 15 മുതലുള്ള തിരുവചനങ്ങളിലൂടെ നമുക്ക് ശ്രവിക്കുവാൻ സാധിക്കുന്നത്, ഇന്നലെ നാം അത്താഴ വിരുന്നിന്, അതായത് വിരുന്നുകാരെ ക്ഷണിക്കുന്നതിനെക്കുറിച്ച് ഈശോ സംസാരിക്കുന്നത് നമ്മൾ ശ്രവിച്ചു. നിനക്ക് പ്രിയപ്പെട്ടവരെയും സുഹൃത്തുക്കളെയും നീ വിളിക്കുകയാണെങ്കിൽ നിൻ്റെ ആ ക്ഷണത്തെ മാനിച്ചുകൊണ്ട് അവർ നിന്നെയും വിളിച്ചെന്ന് വരാം. പക്ഷേ ഈശോ പറയുന്നതാണ്, നീ അത്താഴത്തിന് അല്ലെങ്കിൽ സദ്യക്കൊരുങ്ങുമ്പോൾ നീ വഴിക്കവലകളിലേക്ക് കടന്നു ചെന്ന് അശരണരെയും പാവപ്പെട്ടവരെയും നീ വിളിക്കും. ഇന്നിൻ്റെ സുവിശേഷത്തിലൂടെ ഈശോ നമ്മളോട് പറയുന്നതാണ്, തൻ്റെ മകൻ്റെ വിവാഹ വിരുന്നിന് ക്ഷണിക്കാൻ, എല്ലാവരെയും ക്ഷണിക്കാൻ വേണ്ടി അയക്കുന്ന ഭൃത്യന്മാർ ഓരോരുത്തർ ഓരോ ഒഴിവഴികൾ പറഞ്ഞ് കടന്നു പോവുകയാണ്. എനിക്കത് ചെയ്യാനുണ്ട്, കാളകളെ ഞാൻ വാങ്ങിച്ചു, അല്ലെങ്കിൽ വിവാഹം കഴിച്ചു, അല്ലെങ്കിൽ തിരക്കാണ്. പക്ഷേ ഈശോ പറയുന്നതാണ്, എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിലേക്ക് അവിടെ നമ്മൾ ക്ഷണിക്കുകയാണ്. പക്ഷേ ആ വിശുദ്ധ കുർബാന ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു ജീവിതം നമുക്കില്ല. അതുകൊണ്ട് ഈശോ വീണ്ടും വീണ്ടും പറയുന്നു, ഇതാ എൻ്റെ വിരുന്നുശാല ഒരുങ്ങിയിരിക്കുകയാണ്, വന്ന് ഭക്ഷിക്കുവിൻ. ആരെല്ലാം ഏതെല്ലാം വഴിക്കവലകളിൽ എവിടെയെങ്കിലും ഭിക്ഷാടനത്തിനായിരിക്കുന്നവരെല്ലാവരും വരുവിൻ. നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്, വിരുന്നനുഭവിക്കുക. എല്ലാ ദിവസവും വിശുദ്ധ കുർബാന ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും വിശുദ്ധീകരണത്തിലൂടെ വിശുദ്ധ കുർബാന യോഗ്യതയോടെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളും വിരുന്നിനായിട്ട്, നാളത്തെ വിരുന്നിനായിട്ട് വിശുദ്ധ കുർബാനയ്ക്കായി മറ്റുള്ളവരെ ക്ഷണിക്കുക. ഇതൊരു അനുകരണമാണ്. യേശു നമ്മുടെ ജീവിതത്തിൽ നമ്മെ അവിടുന്ന് ക്ഷണിക്കുന്നത് പോലെ ആത്മാവിൽ ഉത്തേജിതരായിക്കൊണ്ട് നമുക്ക് മറ്റുള്ളവരെയും വിരുന്നിനായി ക്ഷണിക്കാം. നമ്മുടെ കൂട്ടായ്മയിലേക്ക് വൈരാഗ്യങ്ങളോ വിദ്വേഷങ്ങളോ ശത്രുതയോ അല്ല, മറിച്ച് ഒരുമിച്ച് ഈ വിരുന്ന് അനുഭവിച്ചുകൊണ്ട് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് ഉത്സാഹമുള്ളവരായി മാറാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.